ഹലോ ഗൈസ്, ഇന്ന് ഒരു ചെറിയ മിനി വ്ളോഗാണ് കേട്ടോ. ഒരു വലിയ യാത്രയ്ക്ക് മുമ്പുള്ള ഒരു ദിവസമാണിത്. എന്തായാലും ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് വേറെ എന്തൊക്കെയാണ് ഗൈസ്, അത് പോട്ടെ. അപ്പം ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് ഡേ ഇൻ ലൈഫ് എടുക്കണമെന്നുണ്ട്, ഓഫ്കോഴ്സ് എനിക്ക് എടുക്കണമെന്നുണ്ട്. ബട്ട് ഞാനത് എഡിറ്റ് ചെയ്താലും എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല, എന്താണെന്നറിയത്തില്ല. എന്തായാലും ഞാൻ ഈ ഒരു ചെറിയൊരു പെയിൻറ്റിങ് ഇതുമായിട്ട് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അല്ലാതെ ഇടാമെന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ജസ്റ്റ് ചെറുതായിട്ടൊരു കുളവായ വീഡിയോ ആണ്, അതുകൊണ്ട് അല്ലാതെ ഇടണ്ട എന്ന് ഞാൻ വിചാരിച്ച് ഇതൊരു മിനി വ്ളോഗാക്കി ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു. എന്തായാലും ഞാൻ ഇതുപോലെ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പരിപാടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ നടക്കും. അപ്പോൾ 4 ബോർഡറും ഞാൻ അടിക്കുന്നത്. ഇതിപ്പോൾ വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ കളറിനോട് പ്രാന്ത് വരുന്നുണ്ട് കേട്ടോ, വന്ന് കാരണം നോക്കിക്കോ എങ്ങനെയാണ് പ്രാന്ത് പിടിക്കുന്നത് അറിയാം. നമ്മളെ കൂട്ടിഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പിക്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിക്ചർ ഞാൻ വരച്ചതല്ല, നിങ്ങൾ വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ എവിടെ നോക്കിയോ ഈ ബ്രഷ് എനിക്ക് നല്ല പോയിൻ്റുള്ള ബ്രഷ് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നല്ല പോയിൻ്റുള്ള ബ്രഷ് വേറെ ഉണ്ട് കേട്ടോ, പക്ഷേ ഈ ബ്രഷ് കൊണ്ട് ഞാനിപ്പോൾ എന്തായാലും സഹിച്ചെടുത്തു. അവിടെ ഞാനിപ്പോൾ സൈഡ് കുറച്ച് ഡാർക്ക് ആക്കുന്നുണ്ട്. ആ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം കുറച്ച് ഡാർക്ക് ആകുന്നുണ്ടോ, നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പോയിൻ്റ് കണ്ട് ഇപ്പോൾ കഴിക്കണം, അതാണ് ഞാനിപ്പോൾ ഡാർക്ക് ആക്കുന്നത്. ഇന്ന് സ്കൂളിൽ കലോത്സവമായിരിക്കും. ഞങ്ങളുടെ കലോത്സവത്തിന് യൂത്ത് ഫെസ്റ്റിവൽ ഞങ്ങൾ സർഗാഞ്ജലി എന്നാണ് പറയുന്ന കലോത്സവം. അപ്പോൾ അതായിരുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. അറിയത്തില്ല എന്താകുമെന്നൊന്നും. ഇപ്പം ഞങ്ങളെന്തായാലും ഇരിക്കുകയാണ്, ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം റിലാക്സ് ആയിട്ട് കുളിക്കാമെന്ന് വെച്ചു, കാരണം വലുതായിട്ട് പഠിക്കാമെന്നില്ലല്ലോ. അങ്ങനെ ഈ വോയിസ് ഓവർ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അത് സൈഡും അടിച്ചു ഗൈസ്. അപ്പോട്ടെ അടി ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഇത് ഞാൻ കുറേ നേരം എടുത്തിട്ട് ഇപ്പം അങ്ങോട്ട് ഇട്ട് തീർന്നുള്ളൂ. കാരണം പെട്ടെന്ന് വലിയതായിട്ട് എനിക്കല്ല, ഞാൻ എല്ലാം ആഡ് ചെയ്തു. പിന്നെ വലിയതായിട്ട് എഡിറ്റ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 ഗ്രീൻ കുത്ത് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി. ഞാൻ ഇത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഇത് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു തുണിയുടെ മേളിൽ ഞാൻ പൂവും കായൊക്കെ വരച്ചിട്ടായിരുന്നു ഇട്ടിരുന്നത്. പിന്നെയാണ് ഞാൻ ഇതൊക്കെ മാറ്റിയത്. ഇതൊക്കെ മാറ്റിയപ്പോഴാണ് യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങി വരുന്നത്. ആ ബ്രൗൺ കളറൊക്കെ വന്നിട്ടായിരുന്നു ഫസ്റ്റ് എൻ്റെ ടേബിൾ വന്നിരുന്നത്. ഇപ്പോൾ എൻ്റെ സൈഡിലുള്ള ടേബിൾ എൻ്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ ഉള്ള ഇത് ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റത്തെ കളറായിട്ട് ചൂസ് ചെയ്തത് ബേബി പിങ്ക് ആണ്. ഇപ്പോൾ കാണിക്കും കേട്ടോ, ഞാൻ അതെ ഇപ്പോൾ കാണിക്കും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ക്യാമറ നോക്കിയപ്പോഴാണ് കാണുന്നില്ല. ഓക്കെ സോറി. അങ്ങനെ ഞാൻ അതിനകത്ത് വൈറ്റും കൂടെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നല്ല ലാഭമാണ് കേട്ടോ വാട്ടർ കളർ അടിപൊളി ലാഭമാണ്. ആക്രിലിക്കേക്കാളും ലാഭം എനിക്ക് തോന്നുന്നു വാട്ടർ കളറാണെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഇത് കളർ അടിക്കാൻ ചെന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ബോർഡർ ഞാൻ ഇത്ര വൃത്തിയായിട്ട് വരച്ചുകൊണ്ട് തന്നെ മിക്കവാറും ഇതിപ്പോൾ പോകുന്നു. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് നല്ല യൂട്യൂബ് ചാനൽ, നല്ല അടിപൊളി യൂട്യൂബ് ചാനലാണ് ചേച്ചിയുടെ, ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടിട്ടാണ് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാര്യം ഇതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ടപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴാണ് ചേച്ചി ആക്രിലിക് കളർ ഇങ്ങനെ വൈറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ഓരോരോ കളറായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ചേച്ചിക്ക് കിട്ടുന്നതെന്ന് ചേച്ചിയുടെ പാലറ്റിലൊക്കെ ചെയ്തു. ഞാൻ നോക്കിയപ്പം നമുക്ക് പാലത്തൊന്നുമില്ലടി. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കറിയാം നേരത്തെ ഈ ഒരു കളർ മിക്സ് ചെയ്താൽ ഈ ഒരു കളേഴ്സൊക്കെ ഞാൻ വാട്ടർ കളർ ലൈറ്റ് കളർ മിക്സ് ചെയ്താൽ അതിൻ്റെ ലൈറ്റ് ഇട്ട് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വാട്ടർ കളറിനെ മാറ്റി നിർത്തി ലാസ്റ്റ് വാട്ടർ കളർ കുട്ടനും വന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബേബി പിങ്ക് ആണ് എൻ്റെ പേര്, എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ വാട്ടർ കളർ കൂട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടു. വൈറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സാധാ കളറൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് ക്യൂട്ടായിട്ടുള്ള വരേണ്ടത്, ഇതൊരു ഈസ്തെറ്റിക് ആയിട്ടും അല്ല വരേണ്ടത്, ഒരു ഡാർക്ക് കളേഴ്സിലാണ് ഈ ഒരു പിങ്ക് വരേണ്ടത്. എന്തായാലും ഞാൻ മൊത്തം കാണിച്ചിട്ടുണ്ടാകത്തത് കണ്ടു നല്ല യെല്ലോ ആണ് കേട്ടോ, അതൊക്കെ നല്ല യെല്ലോ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അല്ലാതെ കാണുമ്പോഴും ഇതിനകത്ത് കാണുമ്പോഴും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ചെറിയായിട്ട് ഇത് മൂക്കാണ് ഞാൻ വരച്ചത്. ഞാനിത് വരച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു മൂക്ക് പോകാനാണല്ലോ ഗൈസ് വരച്ചേക്കുന്നത്. ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ എടുത്തത്, അല്ലാതെ ഞാൻ അത്ര വരയ്ക്കത്തുള്ളായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനത് ഇങ്ങനെ ആക്കിയെടുത്തു. എന്താ ഞാൻ വരച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മേളിലിട്ട് പിന്നെ ഒരിക്കുന്നത് എന്താ അറിയാമോ, അതിൻ്റെ മേളത്തെ ആ യെല്ലോ കളർ മാറാൻ വേണ്ടിയിട്ടാണ്. അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഗ്രീൻ എടുക്കുമോ ബ്ലൂ എടുക്കുമോ എനിക്കറിയത്തില്ല.
ഞാൻ ബ്ലൂ എടുത്തു. ബ്ലൂ എടുത്തപ്പോൾ എനിക്കൊരു വെറൈറ്റി ഒരു ഷെയ്ഡ് ആയിട്ടാന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ നോക്കട്ടെ ഈസി പറയും. ചെറിയൊരു വേറൊരു ഷെയ്ഡിലോട്ടത് പോയോ എന്നൊരു ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രേ ആ ഒരു ടൈപ്പിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നല്ല കളറാണ് കേട്ടോ ഇത്. എനിക്ക് പിന്നെ ഗ്രീന് ഞാൻ വിചാരിച്ചു വന്നാൽ വേറെ ക്യൂട്ട് കളേഴ്സൊന്നും ഇല്ല, ഇത് വെച്ച് നിർത്താം. പിന്നെ ഞാൻ ഗ്രീൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് വേറൊന്നും ഇല്ലേ ദൈവമേ, ഇത്ര ഉള്ളല്ലോ, ഇനി ഞാൻ ഇത്ര ഉള്ളല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ ഞാൻ ഇതിൻ്റെ സൈഡ് വശം ഒന്ന് ആ ഒരു ബ്ലൂ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ എന്തെങ്കിലും ക്യൂട്ട് കളേഴ്സ് ഓർത്തപ്പോഴാണ് എനിക്ക് ഗ്രീനും വൈറ്റോടെ മിക്സ് ചെയ്ത് ലൈറ്റ് ഗ്രീൻ കിട്ടുമെന്ന് മനസ്സിലായത്. ഞാൻ പിന്നെ നോക്കിക്കോ ഞാൻ ചെയ്യുന്ന പരിപാടികളെല്ലാം ഞാൻ ഈ ബോർഡൊക്കെ എന്തിനാണോ വരച്ച് എനിക്കറിയത്തില്ല. എനിക്ക് ഈ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഞാൻ എന്തായാലും സെല്ലോ ടേപ്പ് ആ തുണിയുടെ മേളിൽ വെച്ച് ഞാൻ സെല്ലോ ടേപ്പ് എങ്ങനെ ഇതിൻ്റെ കൂടെ ഒട്ടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ ഒട്ടിച്ചാൽ വലിക്കുമ്പോൾ പേപ്പർ പോലും അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുണി ഞാൻ ആ വിരിച്ചേക്കുന്ന തുണിയുടെ മേളിൽ ഒരു വട്ടം എടുത്ത് ഒരു വട്ടം ചെയ്ത് അങ്ങനെ വെച്ചപ്പോഴാണ് വലിയ കുഴപ്പമില്ലാതെ വന്നത്. കണ്ടോ ഗൈസ്. പിന്നെ ഞാൻ ഗ്രീൻ എടുക്കുന്നുണ്ട്. ഗ്രീൻ പിന്നെ വലിയ കുഴപ്പമില്ല, നല്ല കളറായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി ഈ കളേഴ്സൊക്കെ എല്ലാം ചെയ്തതുകൊണ്ട് തന്നെ ഇനിയിപ്പം അതിനകത്തുള്ള സ്ഥലം ചെറിയ ഡോട്ട് ഇടുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, കളറപ്പ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു ഇതിൽ. കളറപ്പ് ചെയ്യാമെന്നായിരുന്നു ഞാൻ ഞാൻ ആ ഒരു ചെറിയായിട്ട് എന്ത് ചെയ്യണമെന്ന് കണ്ടോ. ഞാൻ കളറപ്പ് ചെയ്യാനാണ് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ ഈ ഒരു ഡ്രോയിങ് കളറപ്പ് ചെയ്താൽ ശരിയാവത്തില്ലല്ലോ, ആ ഒരു ഇതാണല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആ ഒരു ഇത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പടം വരയ്ക്കുന്നതാണ് ഈ വീഡിയോയ്ക്ക് അത് കൂടുതൽ ലെങ്ത്. ബാക്കിയെല്ലാം ഞാൻ ചെറുതായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് ഇപ്പം സാറ്റർഡേ ആട്ടോ 23rd ഇത് ഞാൻ എടുത്തത് 21th ഇത് എടുത്തിരിക്കുന്നത്. 2 ദിവസം ലേറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എന്നാൽ ഞങ്ങളുടെ ഇത് കലോത്സവമൊക്കെ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞു, യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയമാണ്. എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ ജസ്റ്റ് ബോർഡർ ഇത് വെച്ചൊന്നും ചെയ്താലോ, പിന്നെ ഞാൻ വേണ്ട. പിന്നെ ഞാൻ വെച്ചാൽ ഡോട്ട്സ് മാത്രമായി ശരിയാകത്തുമില്ല. അങ്ങനെ ഞാൻ ഓരോരോ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇത് വരയ്ക്കാൻ ശ്രമിച്ചാലും ഇത് പറ്റുന്നില്ല കേട്ടോ. എൻ്റെ അനിയത്തൊരു അടിപൊളിയായിട്ട് ഈ ഒരു പിക്ചർ വരും, ഈ ഒരു പിക്ചറിൽ ഈ ഒരു രീതി വരും. പക്ഷേ ഞാൻ വരച്ച ഈ ഒരു രീതി ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. പക്ഷേ ഡാർക്ക് കളേഴ്സ് ആയിരുന്നു വേണ്ടത്. ഞാൻ പിന്നെ ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഊതുന്നതാണ് ഗൈസ് കണ്ടത്. നിങ്ങൾ കണ്ടോ ഞാൻ ഊതുന്നതാണ്. ഞാൻ ആദ്യമേ കൈവച്ച് കൊടുത്തു, പിന്നെ ഒക്കെ ഞാൻ ഊതുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും കാണിക്കുന്നേ ഞാൻ പറയാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെ ഞാൻ വരച്ചു. പിന്നെ ഞാൻ ആ ബ്രഷിലെ കളറ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഇതെടുക്കാറുന്ന തുണിയിലോട്ട്. കാരണം ഈ തുണി നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യുന്ന തുണിയായിട്ട് സത്യം പറയാം. ഈ ഒരു പിക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ രീതി എനിക്ക് കിട്ടത്തില്ല, സത്യം പറയാലോ. അയ്യോ പറയുന്നില്ല. ഇത് ബാക്കിയുള്ളവർ വരച്ച സൂപ്പർ, ഞാൻ വരച്ച കട്ട ഫ്ലോപ്പാവും. അങ്ങനത്തെ ഒരു പടമാണ്. മിക്കവാറും ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡോ ശബ്ദം കേൾക്കാം, ഡോ എന്നൊരു ശബ്ദം കേൾക്കാൻ പറ്റും. കാരണം ഞങ്ങളുടെ ഒരു കസിൻ അല്ലെങ്കിൽ ഫ്രണ്ട് വന്ന് ഞങ്ങളിപ്പോൾ പേടിപ്പിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാനിപ്പം റൂമിൻ്റെ സൈഡിലിരിക്കണതാണ്, ജനലെടുത്തിരിക്കണം. അങ്ങനെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് ഭയങ്കര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഫോണിലോട്ട്. കഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഈ വോയിസ് ഓവർ നിർത്തിയും ഓണാക്കിയും നിർത്തിയൊക്കെയാണ് ഈ വോയിസ് ഓവർ എടുക്കുന്നത്. എന്തായാലും ഞാൻ സൈഡ് പിന്നെ എനിക്ക് വരയ്ക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനില്ല വരച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ നിർത്താം, എനിക്ക് ഈ സംഭവം ബോറടിക്കുന്നു. ഈ വീഡിയോ എന്നാൽ ഈ വീഡിയോ കുറച്ച് ലെങ്ത്തായിട്ട് വല്ല എന്തെങ്കിലുമൊക്കെ പുള്ളി അടിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ ഈ വീഡിയോ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചത് എന്നാൽ ഒരു മിനി വ്ളോഗ് എടുത്ത് എന്തുകൊണ്ട് എടുത്തുകൂടാ. അതൊക്കെ ഇങ്ങനെ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് സ്വസ്ഥമായിട്ടും. പക്ഷെ അത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരുടെ ശബ്ദവും കാര്യങ്ങളെല്ലാം കേൾക്കുന്നതിനെക്കാട്ടും നല്ല ഇതാണ്. ഓക്കെ, വലിക്കാണ് നല്ല. ഇത് വരെ വന്നപ്പോൾ നല്ല സാറ്റിസ്ഫൈ. ഇതാണ്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം വരച്ചതെല്ലാം വെറുതെ. പിന്നെ ഞാനതൊന്നുകൂടെ വരയ്ക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ അങ്ങ് പോയി. കാരണം ഞാൻ ഇത് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. നോക്കിയെന്ന് വീഡിയോ കാട്ട
ബോറിങ്, ഇത്രയും തന്നെ ബോറിങ്ങാണ്. നിങ്ങൾ ഫസ്റ്റേ കാണുമല്ലോ, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്കിതിന് പറഞ്ഞല്ലേ പറ്റൂ. വാട്ട് ഷുഡ് ഐ ഡു? ഇതാണ് ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത്. ഇത് പിന്നെയും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് ഇത് വലിക്കുന്നൊന്നും ഞാൻ പിന്നെ എടുത്തൊന്നുമുള്ള, എന്തായാലും ഞാൻ അതുവരെ ഞാനൊന്നും ചെയ്തിട്ടേ ഇല്ല. ഞാൻ അതുവരെയായിട്ടും ഞാൻ നീക്കിയിട്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ആ ഒരു പാട്ട് നിങ്ങളിപ്പോൾ കാണുമ്പോൾ പറയുന്നത് ആ ഒരു പാട്ടിൽ വോയിസ് ഓവർ ഇല്ല. പിന്നെ എനിക്കെന്തോ പറയണമെന്ന് അറിയത്തില്ല, അതാണ്. പിന്നെ ഞാനത് പിന്നെ ഇവിടെ വരുമ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നത്. ഞാനിവിടെ ഇപ്പം ബ്ലാക്ക് ആ ഒരു ബോർഡർ ഡിസൈൻ പിന്നെയും കൊടുക്കുകയാണ്. എല്ലാത്തിനും കുറച്ചുകൂടെ ഡാർക്കാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ചെറുതായിട്ടൊക്കെ നിങ്ങൾ കാണാമല്ലോ അല്ലേ ഗൈസ്. എനിക്ക് ഫോൺ സ്റ്റാൻഡ് ചെറിയൊരു ട്രയാങ്കിൾ പോലത്തെ ഫോൺ സ്റ്റാൻഡാണ്. നമ്മുടെ താഴെ പോയി ഗൈസ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് ഫോൺ സ്റ്റാൻഡ്, അങ്ങനത്തെ ഫോൺ സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് നമുക്കല്ലാതെ വെക്കാൻ പറ്റാത്തത് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെയും താഴെ പോകുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ എവിടെയോ 2 വട്ടം താഴെ പോയി ഇത് വീട്ടിലിടണമല്ലോ എന്ന ഒരു പെട്ടെന്നൊരു ചിന്ത വന്നങ്ങനെ എനിക്ക് ആ ഒരു ഓർമ്മയുണ്ട്. പിന്നെ മിക്കവാറും താഴെ വീഴാൻ സാധ്യത കുറവാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ച്. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച് ക്യൂട്ടാവണമെങ്കിൽ സൈഡ് ഇങ്ങനെ മൂർച്ച വരുന്നാൽ പോരാ, ഇങ്ങനെ ഇരിക്കണം. ഇതെവിടുത്തെ പരിപാടിയാണ്? എന്തായാലും ഞാനതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണാറില്ല ഞാൻ. എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. ഈ ഒരു വീഡിയോ ഞാൻ കുറേ നേരം എഡിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് മടുത്തു. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് തീർന്നില്ലേ ഇത്? ഓക്കെ ഗൈസ്, കഴിഞ്ഞു ഗൈസ്. പക്ഷേ ഇത് ഇങ്ങനെ എന്നാൽ ഭയങ്കരമായിട്ടും ബ്ലാ 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 ഇട്ടിരിക്കുകയാണ് ഈ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് വെച്ചും കൂടെ ഒന്ന് കവർ ചെയ്താലോ എന്ന്. ഇത് പോട്ടെ, സെല്ലോ ടേപ്പും വെച്ചൊന്ന് ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. അയ്യോ എൻ്റെ മതിയായി. ഓക്കെ ഗൈസ്, താണ് പൊക്കെ ഇതൊക്കെ നല്ല ബോറിങ്ങാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത്, എനിക്ക് ഒരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്തതിന് ഒരു കുഴപ്പമില്ല. ഇത് വരയ്ക്കുന്നത് ഞാൻ എന്തിനാണ് ഇത്ര വലിയ സ്ഥലം? ഈ ഒരു വീഡിയോയുടെ പാതി പാട്ട് തന്നെയാണ് 20 മിനിറ്റുള്ള വീഡിയോ. ഞാൻ മറ്റേ ട്രാവലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ എത്ര 17 മിനിറ്റ് അങ്ങനെ ഉള്ളായിരുന്നു. ഇതാണ് കേട്ടോ 12-15 മിനിറ്റ് ഈ ഒരു സംഭവം മാത്രം. എൻ്റെ പൊന്നു എൻ്റെ മുടിയൊക്കെ എന്നെ കൈ വന്നിരിക്കുന്നു. ഞാനെന്തോ വിദഗ്ധമായി അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊന്നും എഡിറ്റ് ചെയ്തത് എനിക്കറിയത്തില്ല. ഞാനിതെല്ലാം ഒറ്റ വീഡിയോ ആയിട്ടാണ് ഈ ചെയ്യുന്നതന്നെ എടുത്തത്. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ആവശ്യമുള്ള ക്ലിപ്സ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ഇങ്ങനെ കാണിച്ചു വെച്ചത്. ഗൈസ്, അങ്ങനെ എൻ്റെ ശബ്ദമില്ലാത്ത കുറച്ച് സ്ഥലം നിങ്ങൾ കണ്ടല്ലോ. കാരണം എനിക്കിത് തന്നെ പറഞ്ഞ് ബോറടിച്ചു. പിന്നെ എനിക്കിപ്പോൾ കുളിക്കാനും ഉള്ള ടെൻഡൻസി വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ഇവിടെ എങ്ങനെ എൻ്റെ പണി തീർക്കാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഞാനൊരു മിനി വ്ളോഗായിട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ എടുക്കും, നോക്കാം. അങ്ങനെ ഞാൻ ഇനിയിപ്പം സൈഡിൽ കട്ട് ചെയ്താലും ഒരു ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സൈഡ് കട്ട് ചെയ്തിട്ട് അതും കുനുകുന ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പുറയിലോട്ട് ഒട്ടിച്ച് വെക്കും. വേണ്ട, ഇങ്ങനെ കട്ട് ചെയ്യും. ആ സെല്ലോ ടേപ്പ് മാത്രം, എന്നിട്ട് അതിരിച്ച് എവിടോട്ട് ഒട്ടുന്ന ഭാഗമെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഞാനത് ഒട്ടിച്ചു. അയ്യോ എനിക്കിത് മതിയായി സത്യമായിട്ടും. കാരണം ഞാനിതിൽ ക്രാഫ്റ്റ് വീഡിയോ ഇട്ട് ഞാനത് ഓരോരോ ഭാഗമായിട്ട് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ എന്താ അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നിയതാണ്. പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് കട്ട ഫ്ലോപ്പാന്ന് മനസ്സിലായൊരു സാധനമാണ് കേട്ടോ ഇത്. ഞാനിപ്പോഴും എൻ്റെ ടേബിളിൻ്റെ മേളിൽ ഇരിപ്പുണ്ട്. ഞാനത് ഫ്രെയിം ആക്കാനൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വീട്ട എന്തിന് എന്നുള്ളൊരു വിചാരമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇനി വളവള പറയുന്നത് എനിക്കറിയത്തില്ല, എല്ലാവരും ക്ഷമിക്കണം. ഇതൊക്കെ വേണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ. ഞാനും ഇനി വോയിസ് ഓവർ കുറച്ച് സ്കിപ്പ് ചെയ്യട്ടെ.
കുറേ ഞാൻ നീക്കി കളഞ്ഞിട്ടാട്ടോ ഞാൻ ഇവിടം വരെയെങ്കിലും എത്തിയത്. അങ്ങനെ ഞാൻ ഈ സാധനം ചെയ്ത് കഴിഞ്ഞു. അവിടെ മൊത്തം മെസ്സാണ്. അതൊന്നും ഞാൻ കാര്യമാക്കാതെ നേരെ എൻ്റെ കലോത്സവത്തിന് ഞാൻ ബ്ലൂ ഹേഴ്സിൻ്റെ എന്താ പറയുന്നത്, ബ്ലൂ ഹേഴ്സിൻ്റെ ഗ്രൂപ്പ് സോങ്ങിനുണ്ട് ഞാൻ. അപ്പം ഞാൻ 2 ദിവസം പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പാട്ടിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇത് ചെയ്യാനോ പിന്നെ സൂപ്പർ. പക്ഷെ ഞാനത് ഇതിനകത്ത് കരുതില്ല, കാരണം ഞാൻ പാടിയത് രസമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ആ ഒരു പാട്ട് കുറച്ച് നേരം പാടിക്കഴിഞ്ഞ് വന്നിട്ട് നിർത്തിയതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ അതൊക്കെ വെച്ചാൽ ഞെട്ടിയാണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് മടി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനതെല്ലാം വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കണം. കാരണം എൻ്റെ ടേബിൾ ഫുൾ ടൈം ആ ഒരു വൈറ്റ് ആ ഒരു തീമുള്ളതുകൊണ്ട് തന്നെ, ഞാൻ ക്യൂട്ട് വൈറ്റ് തീമുള്ളതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ആ പേപ്പേഴ്സൊക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എൻ്റെ ടേബിളിനകത്ത് പുതിയൊരാളെ ശ്രദ്ധിച്ചോ, ഞാൻ ഈ യൂട്യൂബിനകത്ത് വീഡിയോ ഇടാത്ത ഒരാളാണ്. അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഒരു സക്സസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണത്. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു ക്ലൂ തരാൻ വേണമെങ്കിൽ ഒരു പാവ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്ന സാധനത്തിൻ്റെ അല്ല വേണ്ട, ഞാൻ രണ്ടാമതായിട്ടൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ഒരു സ്റ്റാറിൻ്റെ ഒരു വീഡിയോ, സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ. ആ ഒരു സാധനത്തിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് ആ സാധനം. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണേൽ പറഞ്ഞാൽ മതി, ഞാനിടാം. ഞാനൊരു വീഡിയോ സേവ് ചെയ്യാൻ വിട്ടുപോയി, അതാണ് എനിക്ക് ഇടാൻ പറ്റുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റുന്നത്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ സ്ഥലമെല്ലാം വൃത്തിയാക്കി. അതെൻ്റെ ക്ലിപ്പാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കൊണ്ട് കളഞ്ഞ് സെറ്റാക്കി എടുത്തു. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടിയേക്കണേ. എനിക്ക് ഈ മുടി കഴിച്ചു കൊടുത്തത് വേറെ എന്തിനേക്കാളും ദേഷ്യം അത് മാത്രമല്ല. എനിക്ക് മുടിയിൽ ചെട വീണ ഭയങ്കര ദേഷ്യമാണ് എനിക്കറിയത്തില്ല എന്താണ്, മുടിയിൽ ചെട വീഴാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ. അന്ന് ഞാൻ 2 സൈഡിലും ചെറുതായിട്ടൊന്ന് മുടി എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പുണ്ടല്ലോ, ആ ക്ലിപ്പ് വെച്ച് ഞാൻ കുത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആ ക്ലിപ്പാണ് എനിക്ക് പണിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ക്ലിപ്പാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഓർത്തൊക്കെ വന്നത്. എനിക്ക് ഇതേപോലത്തെ ക്ലിപ്പിനെ കുറച്ചധികം കളക്ഷനുണ്ട്. ഫ്രണ്ട് വന്നതും അങ്ങനെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം പതിയെ ആയിട്ട് ഓരോന്നോരോന്നാണ്. അതേണ്ടേ ഞാൻ ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ വീടെടുക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഗാസേക്ക് ടൈമില്ല, അതാണ് ഗാസേക്ക് ടൈമപ്പിളിച്ചാന്ത്, അതാണ്. പിന്നെ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യണം. അനീന നെടിയത്ത് എന്നാണ് അത് ഞാൻ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് നോട്ട്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനമാണ് കേട്ടോ അത്. ഈ സാധനത്തിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ എല്ലാവരും ചോദിച്ചാൽ മതി, എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോയുടെ അടി കമൻറ്റ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് പരിപാടി എനിക്ക് മാത്സിൻ്റെ നോട്ട്സാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അയ്യോ, മാത്സ് കുറച്ചേ ഉള്ളായിരുന്നു. എന്നാലും എനിക്ക് എന്താ അറിയത്തില്ല, ഞാനങ്ങനെ മാത്സ് ഞാനങ്ങനെ എൻ്റെ ആ ഒരു ടൈം എനിക്ക് തോന്നും ഇങ്ങനെ എഴുതാൻ മതി, അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ പറയുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പം അപ്പം എനിക്ക് അതിന് വേണ്ടിയിട്ട് തുണി എടുത്ത് വെക്കണം. അലമാരയിൽ തുണിയൊക്കെ എടുക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. തുണി എടുത്ത് വെച്ചിട്ട് എനിക്ക് പോയി കഴിക്കണം, എന്നിട്ട് ഉറങ്ങണം. കഴിക്കുന്നവരെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, ഉറങ്ങുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ഗൈസ്. ഉറങ്ങുന്ന കാണിക്കാൻ മേലെ മെനക്കാണ്. അത് വെച്ചിട്ട് ഞാൻ ഉറങ്ങും പോലെ കാണിക്കണം, എന്നിട്ട് അത് എഴുന്നേറ്റ് നിർത്തണം. അങ്ങനെ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ചിക്കൻ